ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം കോൺഗ്രസ് ഭരണസമിതിയിലേക്കും നീളുകയാണ്. കൊടിമര പുനഃപ്രതിഷ്ഠ അന്വേഷിക്കാൻ വിജിലൻസിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കൊടിമരത്തിൽ ചിതലരിച്ച് ദ്രവിച്ചു തുടങ്ങി എന്നടക്കം സൂചിപ്പിച്ചാണ് 2017 കോൺഗ്രസ് ഭരണസമിതി കൊടിമരം മാറ്റിയത്. കൊടിമരം സ്ഥാപിക്കാൻ 27 ഭക്തർ നൽകിയ സംഭാവനയുടെ രേഖകളൊന്നും കാണാനില്ല എന്ന വിവരവും ഇന്ന് പുറത്തുവന്നു. 1998 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ തീരുമാനങ്ങൾ കൂടി അന്വേഷിക്കുന്നതിനാൽ കേസിൽ കൂടുതൽ പ്രതികളുണ്ടാകും എന്ന നിഗമനത്തിലാണ് SIT. കോൺഗ്രസ് ഭരണസമിതിയുടെ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന വിജിലൻസ് കൂടി എത്തുന്നതോടെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി എന്തൊക്കെയാകും സംഭവിക്കുക? നമുക്ക് മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. ഹൈക്കോടതി ഉത്തരവ് എന്താണ് എന്നത് ആദ്യം പരിശോധിക്കാം. കൊടിമരം സ്ഥാപിക്കാൻ സംഭാവന നൽകിയ 27 ഭക്തരുടെ മൊഴിയെടുക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 30 ദിവസത്തിനകം വിജിലൻസ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. മഹസർ അടക്കമുള്ള രേഖകൾ വിജിലൻസ് പരിശോധിക്കണം എന്നത് കോടതിയുടെ ഉത്തരവിലുണ്ട്. കൊടിമര പ്രതിഷ്ഠയ്ക്ക് അനുമതി നൽകിയ മുഴുവൻ രേഖകളും വിജിലൻസിന് കൈമാറണം എന്നത് ആ നിർദ്ദേശങ്ങളിലുണ്ട്. ഭക്തർ നൽകിയ സ്വർണത്തിന് കൃത്യമായ രേഖകളില്ല എന്ന് കോടതി കണ്ടെത്തുകയും വ്യക്തമാക്കുകയും ചെയ്തു. കൊടിമരം പുനഃപ്രതിഷ്ഠയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും കോടതി നിരീക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. 2017 സ്വർണം പൂശാൻ കസ്റ്റംസിൽ നിന്നും 9.161 കിലോ സ്വർണം വാങ്ങി എന്നതാണ് അറിയുന്നത്. 2017 കൊടിമരത്തിൽ സ്വർണം പൂശാൻ ഭക്തർ 412 ഗ്രാം സ്വർണം നൽകിയിട്ടുണ്ട്. ഭക്തർ കൊടിമരത്തിൽ സ്വർണം പൂശാൻ മൊത്തം കിട്ടിയത് 9.573 കിലോ സ്വർണമാണ് എന്നതും മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. സിനിമാ താരം നൽകിയത് മാത്രം 80.490 ഗ്രാം ഉണ്ട്. പ്രൊഡ്യൂസർ നൽകിയത് 246.520 ഗ്രാം സ്വർണം പ്രൊഡ്യൂസർ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ വിശദാംശങ്ങൾ കോടതിയുടെ മുമ്പാകെയുണ്ട്. ശബരിമലയിലെ കൊടിമരം മാറ്റാൻ ഉത്തരവിറക്കിയത് 2016 ആണ്. ആ ഭരണസമിതി മാറ്റിയത് 2017 പിറ്റേ കൊല്ലം. കോൺക്രീറ്റ് തൂണിന് പുറത്ത് സ്വർണം പൂശിയ ചെമ്പ് പറ ഇട്ടാണ് കൊടിമരം നിർമ്മിച്ചിട്ടുള്ളത്. കൊടിമരം മാറ്റി സ്ഥാപിച്ചത് അടിഭാഗം ദ്രവിച്ചു, ചിതല് കയറി എന്നെല്ലാം പറഞ്ഞിട്ട് അത് ഇനി ഉപയോഗപ്രദമല്ല എന്ന് പറഞ്ഞിട്ടാണ്. പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കൊടിമരത്തിന് യാതൊരു കേടുപാടുമില്ല എന്ന് വ്യക്തമാകുന്നതായിട്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. VSSCയിൽ നടത്തിയ പരിശോധനാ ഫലത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നതാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും പരിശോധിക്കുകയാണ്. മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിലാണ് ഇത് പരിശോധന നടത്തുക എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി 12 സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കും. ഈ 12-ാം തീയതിയാണ് സാമ്പിളുകൾ ശേഖരിക്കുക. പരിശോധനയിലൂടെ സ്വർണത്തിൻ്റെ കാലപ്പഴക്കത്തിലും കൃത്യത വരുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായിട്ടുള്ളൊരു പരിശോധനയായിരിക്കും അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹർഷ, നമുക്കതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ കൂടെയുണ്ട്. കൊടിമര പുനർനിർമ്മാണത്തിലെ കേസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ എന്ന് പറഞ്ഞത്. കൊടിമര നിർമ്മാണത്തിൽ സ്വർണം സംഭാവനയായി വാങ്ങിയിട്ടില്ല. 3.20 എന്ന് വെച്ചാൽ 3,20,00,000 രൂപ ഫിനിക്സ് ഗ്രൂപ്പാണ് തന്നത് എന്നും അജയ് തറയിൽ പറഞ്ഞു. വിജിലൻസിനോട് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ കേസ് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കേസ് അന്വേഷിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരാളും കൊടിമരത്തിന് വേണ്ടി സംഭാവന തന്നിട്ടില്ല. ഒരു തരി സ്വർണം മറ്റാളുടെ നിന്നും കൊടിമരത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുമില്ല. സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കാനായിട്ട് പൂർണ്ണമായും ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ പണം ഉപയോഗിച്ച് ഞങ്ങൾ സ്വർണം വാങ്ങിയാണ് സ്വർണ്ണ കൊടിമരം ഉണ്ടാക്കിയത്. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് നൽകിയത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ് എന്നത് SIT കണ്ടെത്തിയല്ലോ എന്ന് ആൻ്റണി MP ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആൻ്റണിയുടെ പ്രതികരണം ഇന്ന് വന്നത്. കർണാടകത്തിൽ നിന്നുള്ള നേതാക്കളാണ് അന്ന് പോറ്റിക്ക് ജൻപതിൽ അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തത് എന്നുള്ളത് SIT അന്വേഷണത്തിൽ കണ്ടെത്തുകയും അത് പുറത്തു വരികയും ചെയ്തപ്പോഴാണ് അടുത്ത ആരോപണം പൊടിതട്ടി കൊടുത്തിരുന്നത്. രണ്ടാമത്തെ ആരോപണം ശബരിമല തന്ത്രിയുടെ 2.5 കോടി ഉറുപ്പിക തിരുവല്ലയിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നെന്നും ആ പണം ഞാൻ പിൻവലിച്ചു എന്നുള്ള ആരോപണമാണ്. ഈ തന്ത്രിയെ ജീവിതത്തിൽ ഒരിക്കലും നേരിൽ പോലും കണ്ടിട്ടില്ല എന്ന് ധനകാര്യ സ്ഥാപന ഉടമ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ആ ആരോപണവും പൂർണ്ണമായി പൊളിഞ്ഞു. ശരി ഹർഷ, ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിലിപ്പം കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് CPM ആരോപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ പാട്ടൊക്കെ ആയിട്ട് വലിയ ആവേശമായിട്ട് കോൺഗ്രസ്സുകാർ വന്നെങ്കിലും ഇപ്പോൾ പക്ഷേ അവർ മറുപടി നൽകേണ്ടത് ഇപ്പോൾ അജയ് തറയിലിൻ്റെയും ആൻ്റണിയുടെ ബൈറ്റാണല്ലോ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തി. അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുകയാണ്. അവർ പ്രശ്നത്തിലാവുമോ? അല്ല, ഇതിനകത്തൊരു രാഷ്ട്രീയമായ വശവും ബാക്കി മറ്റ് കേസന്വേഷണത്തിൻ്റെ ഒരു തലവും കൂടിയുണ്ട്. അതിനകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഞാൻ ആദ്യം മുതൽ എൻ്റെ ഒരു ടേക്ക്
ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം എന്തോ വലിയ തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു നിലപാടുകാരനല്ല ഞാൻ. കാരണം 2 വർഷത്തെ ഒരു കാലയളവാണ് ഇവിടെ ദേവസ്വത്തിൽ ഉണ്ടാവുക. ഇവർക്ക് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനവും അതിൻ്റെ സ്വഭാവവും എന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും അതിൻ്റെ കാലയളവ് കഴിയും. അതിനിടയ്ക്ക് നടക്കുന്ന ഇത്തരം ചില നീക്കുപോക്കുകളിൽ ഇവർ തുല്യം ചാർത്തേണ്ട ചില സംഗതികൾ ഉള്ളതുകൊണ്ട് ഇവരെ സ്വാധീനിക്കാൻ ചിലർ ശ്രമിക്കുകയും ചിലപ്പോൾ ഇവർക്ക് അതിനൊക്കെ വശംവദരാകേണ്ടി വന്നിട്ടും ഉണ്ടാവാം. ഇവരേറ്റവും ബഹുമാനത്തോടെ അവിടെ കാണുന്നത് ആരെയാണ്? അവിടുത്തെ തന്ത്രിയെയും മുഖ്യ പൂജാരിയെയും ഒക്കെ തന്നെയാണ് ഇവർ ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും ഇതിൻ്റെ അവസാന വാക്കായി കാണുകയും ചെയ്യുന്നത്. പിന്നെ അതിന് അനുബന്ധമായി അവിടെ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥരും. ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഉദ്യോഗസ്ഥർ കുടുങ്ങുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യം എന്താണ്? അവർക്കിതിലൊരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കാലങ്ങളായിട്ട് ഇതിൻ്റെ രീതി എന്താണെന്നറിയാം, ഇവിടെ നിന്ന് എങ്ങനെയാണ് പണത്തിൻ്റെ ഒഴുക്കുണ്ടാകുന്നതെന്നറിയാം, എവിടെ നിന്നെല്ലാം സ്പോൺസേഴ്സിനെ കൊണ്ടുവരും, ഈ സ്പോൺസേഴ്സിനെ കൊണ്ട് എന്തെല്ലാം നടപ്പാക്കി എടുക്കാൻ കഴിയും, എങ്ങനെ ഒരു ഡീലൊപ്പിക്കാൻ കഴിയും, ഇതെല്ലാം അറിയാവുന്നത് ഈ ഉദ്യോഗസ്ഥർക്കാണ്. മറ്റൊന്ന്, ഇതിലെല്ലാം ഈ അമരകോശത്തിൽ പറയുന്ന ഈ അനുജ്ഞ എന്ന് പറയുന്ന ഏർപ്പാട് ആരാണ് അത് ചെയ്യേണ്ടത്? അത് തന്ത്രിയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എന്താണ് ഈ കൊടിമരത്തിനൊരു പ്രശ്നമുണ്ടോ, ആ പ്രശ്നമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തന്ത്രി അത് ഭഗവാനുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ രീതി, ആ കൂടിയാലോചന. അപ്പോൾ അങ്ങനെ ഒരു കൂടിയാലോചന എന്നത് ആ കൂടിയാലോചനയ്ക്ക് ശേഷം അന്തിമമായി ആര് പ്രഖ്യാപിക്കുന്നതാണ്? അത് തന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി. അപ്പോൾ അതെല്ലാം അന്വേഷിക്കണം. ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ, ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന സകല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും ഇപ്പോൾ അജയ് തറയിലിൻ്റെ അന്വേഷിക്കണം, അതിന് മുമ്പ് ഇരുന്നവരുടെ അന്വേഷിക്കണം എന്നൊക്കെ, അങ്ങനെയല്ല അതിൻ്റെ ഒരു കാര്യം. അതിനപ്പുറത്ത് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലയളവ് എന്നുള്ളതിനപ്പുറത്ത് അവിടെ സ്ഥിരമായി നിൽക്കുന്ന സംവിധാനത്തിൻ്റെ ഇടപെടലുകൾ ആണ് അന്വേഷിക്കേണ്ടത് പ്രധാനമായും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് നമ്മളിതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു തലം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൊടിമരം മാറ്റുന്നത്? ആരുള്ളപ്പോഴാണ്? അത് കോൺഗ്രസിൻ്റെ ഭരണസമിതി ഉള്ളപ്പോഴാണ്. എന്നാൽ പിന്നെ അത് കോൺഗ്രസിനെതിരായ ഒരു അന്വേഷണം എന്ന മട്ടിൽ സ്വാഭാവികമായും ഇപ്പോഴുള്ള ചർച്ചകളും ഇപ്പോഴുള്ള ഇതിൻ്റെ രീതികളും എല്ലാം വെച്ചിട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ഒരു അന്വേഷണം എന്ന മട്ടിൽ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അതല്ല. അവിടെ ഈ പറയുന്ന തന്ത്രിയുടെ കിങ്കരന്മാരും എല്ലാം കൂടി ഒപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരോട് ഒപ്പിച്ചിരിക്കുന്ന പരിപാടി എന്ന നിലയ്ക്കാണ് പ്രാഥമികമായി നമ്മളതിനെ നോക്കിക്കാണേണ്ടത്. രാഷ്ട്രീയമായി ഇവിടെ എന്ത് ചർച്ച ചെയ്താലും രാഷ്ട്രീയമായി പരസ്പരം പ്രത്യാരോപണം ഉന്നയിച്ചത് നീ കേട്ടതല്ലേ അല്ലെങ്കിൽ ഞാൻ കേട്ടതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ആ ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ചില ഇടർച്ചകളും വീഴ്ചകളും ഉണ്ടാവും, അതിനനുഭവിക്കണം. ഇപ്പോൾ തന്നെ അകത്ത് കിടപ്പില്ലേ ചിലർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം കിടപ്പില്ലേ. അപ്പോൾ അവർക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾക്ക് അവർ കട്ടു എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു തെളിവ് നമ്മുടെ മുന്നിലില്ല. അത് രാഷ്ട്രീയമായി ആരോപിക്കാം മോഷ്ടിച്ചു എന്നുള്ളത്. ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ കുറേ കാര്യം നടന്നിട്ടുണ്ട്. അത് പ്രയാർ ഗോപാലകൃഷ്ണനെ കൊണ്ടുപോയതാണ്. അജയ് തറയിൽ ഉണ്ടായിരുന്നപ്പോൾ അജയ് തറയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ ആരോപിക്കാം എന്നുള്ളത് ഒഴിച്ചാൽ ആ രീതിയിലൊന്നുമുള്ള ഒരു തെളിവുള്ള കാര്യങ്ങളല്ല ആ മട്ടിൽ തൽക്കാലം ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെയാണ്. അതിപ്പുറത്തായാലും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്കുള്ള നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ SITയുടെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് എന്താണ് ഈ ഓരോരുത്തർക്കും എതിരെയുള്ള ചാർജ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇവരെന്താണ് ഈ കുഴപ്പം ഒപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് പൂർണ്ണ രൂപത്തിൽ നമുക്ക് അറിയില്ല. അത് ഇനിയും സമയമെടുക്കും. അതല്ലാതെ നമുക്ക് നേരിട്ട് ആരോപിക്കാവുന്നത്, നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അറിയാവുന്നതായ കാര്യം എന്താണ്? അവിടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് തന്ത്രിയാണ്. തന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ചില ഉദ്യോഗസ്ഥരാണ്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, സ്പോൺസേഴ്സാണ്. ഈ സ്പോൺസേഴ്സിന് അറിയാം എങ്ങനെയാണ് ഓരോ സ്ഥലത്തു നിന്നും സമ്പന്നരെ കൊണ്ടുവരേണ്ടതെന്നും ആ സമ്പന്നരുടെ പൈസ എങ്ങനെ മേടിച്ചിട്ട് ഇവിടെ ഈ അവരുടെ വിശ്വാസവും സമ്പത്തും വിശ്വാസവും ഒരുമിച്ച് വരുന്നിടത്തും ഈ സംഗതി അടിച്ചു മാറ്റാൻ വളരെ ഈസിയാണെന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു സ്പോൺസർമാരാണ്. ആ സ്പോൺസർമാർ ഇവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും തന്ത്രിയൊക്കെ പ്രയോജനപ്പെടുത്തുന്നതാണല്ലോ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ അവരിപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്ന ശബരിമലയിൽ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയെടുത്ത് അവിടുന്ന് കോടാനുകോടി മോഷ്ടിച്ചോട്ട് പോകാനുള്ള ഒരു അവസരമൊന്നും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവിടെ ദേവസ്വത്തിൻ്റെ അധികൃതർക്ക്, ദേവസ്വത്തിൻ്റെ പ്രസിഡന്റുമാർക്കോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അതിനകത്ത് ഹർഷ പറഞ്ഞ ഇതിനോട് വലിയൊരളവിൽ യോജിക്കുന്ന ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. അതിൻ്റെ രാഷ്ട്രീയമായ തലം കൊണ്ട് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇന്നലെ, അതായത് കാസർഗോഡ് നിന്ന് ഈ യാത്ര VD സതീശൻ്റെ രാഷ്ട്രീയ പ്രചാരണ യാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ വരെ ഇത് ഏറ്റവും മുഖ്യ പ്രചാരണ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം അവിടുന്ന് ഈ സ്വർണ്ണക്കൊള്ള, ഭഗവാന്റെ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിനെക്കുറിച്ച് പറഞ്ഞ് അടുത്ത ഘട്ടത്തിൽ, അതായത് ഈ ചോദ്യം ചെയ്യലിലേക്ക് അടൂർ പ്രകാശ് എത്തിയ ആ ദിവസം
പെട്ടെന്ന് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ മൗനം പാലിക്കേണ്ടി വന്നു. പിന്നീട് അത് ഉന്നയിക്കുന്നൊക്കെ ഉണ്ട് ജാഥകളിലൊക്കെ. പക്ഷേ ആ ഒരു ദിവസത്തെ ഒരു കനത്ത മൗനം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച മൗനമായിരുന്നു. കാരണം ഒന്ന് അങ്കലാപ്പിലായിപ്പോയി. കാരണം ആ വിഷയം എത്രത്തോളം എടുത്തു പ്രയോഗിക്കാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെന്നുള്ള സംശയം അവർക്കുണ്ടായി. അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല. ഹർഷൻ പറയുന്ന കാര്യത്തോട് വലിയൊരു അളവോളം യോജിക്കുമ്പോൾ തന്നെ പക്ഷേ ഒരു പ്രശ്നം, രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആളുകളെ, ഈ ഭരണസമിതിയുടെ മേലൊക്കെ ഇരിക്കുന്ന ആളുകളെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിടാനും പറ്റില്ല. അതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സംവിധാനത്തിൻ്റെ ചുമതല, ഉത്തരവാദിത്വം, നിങ്ങളിത് ഭരണനിർവഹണം നടത്തൂ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് അവരെ. അതിപ്പോൾ CPM കാലത്താണെങ്കിൽ CPM നേതാക്കൾ പത്മകുമാറും വാസു അടക്കമുള്ള ആളുകൾ, ഇവരുടെ കാലത്താണെങ്കിൽ ഇവരുടെ ആൾക്കാർ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലടക്കമുള്ള ആളുകൾ. അപ്പോൾ അവരുടെ വീഴ്ച എന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് അടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പോലുമില്ല. ആരെങ്കിലും അടിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ അവർക്ക് പറ്റിയിരിക്കുന്ന, അത് തടയാൻ പറ്റിയിട്ടില്ല, അവരത് മുൻകൂട്ടി കണ്ടില്ല, കണ്ടിട്ട് ഒരു മിണ്ടിയില്ല എന്നത് തന്നെയും മതിയായ കുറ്റകൃത്യമാണ്. അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ കാണണം. അപ്പോൾ അതിനകത്ത് വീഴ്ചയുണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ പത്മകുമാർ CPM വലിയ നേതാവായിരുന്ന, ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന, സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയിരുന്ന ആളിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് കാലത്ത് ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും സ്വാഭാവികമായിട്ട് ആ നിലക്കുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാകണം. പിന്നീട് അവിടെ ഈ പറയുന്ന കൊടിമരം, ഈ കാര്യത്തിൽ തന്ത്രിക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം എന്ന് ഹർഷം പറയുന്നത് സംഭവിക്കുമ്പോൾ തന്നെ തന്ത്രി പറയുമ്പോൾ ഈ കാര്യത്തിന് അവർക്ക് ഏസ് മൂളുക എന്നത് മാത്രമേ പറ്റൂ എന്ന നിലയല്ല ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനെ ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്യാതെ നേരെ തന്ത്രിക്കങ്ങ് വിട്ടുകൊടുക്കുകയല്ല സാധാരണ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ളൊരു ഭരണനിർവഹണ ചുമതലയുടെ ഉത്തരവാദിത്തം അവർ വഹിച്ചില്ല എന്നത് അവരുടെ മേൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് അതൊക്കെ അറിയാമായിരിക്കും. അധികം വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഈ സംഭവ വികാസങ്ങളുടെ പ്രധാനപ്പെട്ട ആളായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർക്കൊക്കെ ഇടയിലുണ്ടായിരുന്ന, ഇവർക്കൊക്കെ ഇടയിലുണ്ടായിരുന്ന വലിയ സ്വാധീന ശേഷി, രാജ്യത്തെ തന്നെയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വസതിക്കകത്തേക്ക് ഒന്നിലേറെ തവണ ഇവർ പോയിരിക്കുന്നു. അവരെ അകമ്പടി സേവിച്ച, അല്ലെങ്കിൽ ആ ഫോട്ടോയിലെങ്കിലും കാണുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് എന്നത് നിശ്ചയമായിട്ടും ഒരു ചോദ്യം തന്നെയാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെയും ആ ചോദ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകും, അവരുടേതായ ഇടങ്ങളിൽ ഉന്നയിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ CPM അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കുമ്പോൾ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള സോണിയാഗാന്ധി തന്നെയും അങ്ങനെ ഒരു ശരിയല്ലാത്ത ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായിട്ട് മാറുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരും ഉണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ വിശ്വാസികളായിട്ടുള്ള കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നുണ്ടാവില്ലേ, എങ്ങനെയാണ് ഇത്രമാത്രം വലിയ തട്ടിപ്പ് നടത്തിയ, ദൈവത്തോട് യാതൊരു ആദരവും ഇല്ലാതെ അവിടെ നിന്ന് ഇത്ര വലിയ തട്ടിപ്പ്, സ്വർണവും മറ്റുമൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളെ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത്. ഈ പറയുന്ന സ്ഥലത്തേക്ക്, അധികാര കേന്ദ്രത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇവർ നിൽക്കുന്ന സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മതിയായിട്ടുള്ള വിശദീകരണം വന്നിട്ടില്ല. കർണാടകയിലെ ആളുകളാണ് കൊണ്ടുപോയത് എന്നാണ് ഇന്നിപ്പോൾ ആൻ്റണി പറഞ്ഞത്. പക്ഷേ നമ്മൾ അവരുടെ ഫോട്ടോയിൽ കാണുന്ന കർണാടകയിലെ ആളുകളെ അല്ല, കേരളത്തിലെ നേതാക്കളെയാണ്. കർണാടകത്തിൽ ഒരു ആളെയും നമ്മളവിടെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമ്മളിപ്പോൾ CPM പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് ചർച്ച ചെയ്യാം. പക്ഷേ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്യുമ്പം ഈ ഒരു വിഷയം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് പോകേണ്ടി വരും. നമുക്കിത് സമ്പൂർണ്ണമാക്കാം. ആകെ മൊത്തം കുഴഞ്ഞു കിടക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് ഇനി സംസ്ഥാന വിജിലൻസ് കൂടി വരികയാണ്. കൊടിമരം മാറ്റിയതിൽ ഭക്തരുടെ സംഭാവന ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അന്നത്തെ ബോർഡ് അംഗമായ അജയ് തറയിലിൻ്റെ വാദം. അപ്പോൾ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ ഭക്തർ നൽകിയ 412 ഗ്രാം സ്വർണം എവിടെ പോയി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഭക്തരുടെ സംഭാവനയ്ക്ക് കൃത്യമായൊരു രേഖ പോലും ഇല്ല എന്ന ഹൈക്കോടതി നിരീക്ഷണവും ഞെട്ടിപ്പിക്കുന്നതാണ്. ശബരിമലയിലെ 27 വർഷത്തെ ഇടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ എത്തിയതോടെ മുൻ ഭരണസമിതി അംഗങ്ങളുടെ നെഞ്ചിടിപ്പും വർദ്ധിച്ചിട്ടുണ്ട്. 2025 ഒക്ടോബറിൽ തുടങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ 2026 ഫെബ്രുവരി ആയിട്ടും തട്ടിപ്പിൻ്റെ വ്യാപ്തി വ്യക്തമായിട്ടില്ല. ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം തട്ടിയെടുത്തു, പ്രതികൾ തട്ടിയെടുത്ത സ്വർണം മുഴുവൻ എങ്ങോട്ട് പോയി, എത്രമാത്രം സ്വർണം SITക്ക് തിരിച്ചെടുക്കാനായി, തട്ടിപ്പിന് ഉദ്യോഗസ്ഥർ മാത്രമാണോ കൂട്ടുനിന്നത്, ഇതിനെല്ലാം ഉത്തരം വരും ദിവസങ്ങളിലെങ്കിലും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.